One more movie from the Telugu Nadu. Starring Yuvaratna Balaya. 45 വയസ്സിലാണ് ഇവന്മാർ അങ്ങേരെ യുവരത്നമേ എന്ന് വിളിച്ചിരുന്നത്. രാജസ്നേഹിയായ ഒരു യുവാവിന്റെ കഥ, അപരാധങ്ങളുടെ ഒരു നിറകുടം. വിജേന്ദ്ര വർമ്മ, പവർ ഓഫ് എൻ ഇന്ത്യൻ ആർമി. ഒരു ആവറേജ് ഗാരു എന്തൂസിയാസ്റ്റിന് വേണ്ടതെല്ലാം ഈ പടത്തിലുണ്ട്. ഗാരുവിനെ പ്രേമിക്കാൻ 3 നായികമാർ. ഗാരുവിന്റെ അതിസാഹസികമായ ആക്ഷൻ രംഗങ്ങൾ. ബൈക്കിൽ പറന്നു വന്ന് ഇറങ്ങിയൊരു നിൽപ്പുണ്ടല്ലോ, സത്യം സർ, കോരി കോരി തരിച്ചുപോയി. ഗാരുവിന്റെ അർത്ഥവത്തായ ഗാനരംഗങ്ങൾ. അങ്ങനെ ഒരു കംപ്ലീറ്റ് പാക്കേജ്. അപ്പൊ പടം തുടങ്ങുമ്പോൾ തന്നെ ഗാരുവും ഭാര്യയും മോളും ഒരു ഗ്രാമത്തിൽ സന്തോഷത്തോടെ ജീവിച്ചു പോവുകയാവും. കുടുംബത്തോട് അത്രയും സ്നേഹമുള്ള ഒരു യുവാവാണ് ഗാരു. ഇതിൽ ഗാരുവിന്റെ കുടുംബസ്നേഹം എന്നൊക്കെ പറഞ്ഞാൽ, ഒരു ദിവസം ഗാരുവിന്റെ മോളുടെ മൊയലിനെ ഒരു പരുന്തിറാഞ്ചി വലിയൊരു മലയുടെ മുകളിൽ കൊണ്ടുവയ്ക്കും. അതറിഞ്ഞതും ഗാരു ആ മല അതിസാഹസികമായി കയറുകയാണ്. ഇങ്ങനെയുടെ എക്സ്പ്രഷൻ ആണ് അതിലും സാഹസികം. നീ ഒറ്റൊരുത്തനെ ഓവറാക്കി ചളമാക്കിയത്. അങ്ങനെ ഗാരു ആ മൊയലിനെ കണ്ടുപിടിച്ച് അങ്ങോട്ടേക്ക് ചാടി സ്വന്തം ജീവൻ പണയം വെച്ച് അതിനെ അങ്ങ് എടുക്കും. ആ ലെവൽ കുടുംബസ്നേഹമാണ്. ഇനി ഗാരുവിന്റെ ഭാര്യയെ പറ്റി പറയുകയാണെങ്കിൽ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമൊന്നുമില്ലല്ലോ. ഗാരുവിന്റെ ഭാര്യയാണ്. ഷീ വിൽ ബി ക്രീപ്പി. അങ്ങനെ അവർ ഹാപ്പിയായി ഡാൻസ് കളിച്ച് ജീവിച്ചു പോവുകയാവും. പക്ഷേ ഒരു ചെറിയ പ്രശ്നമുണ്ട്. നമ്മുടെ ഗാരുവിന് ഒരു മെമ്മറി ലോസ് ഉണ്ട്. അതായത് ഈ കല്യാണം കഴിഞ്ഞതിന് ശേഷമുള്ള കാര്യം മാത്രമേ ഗാരുവിന് ഓർമ്മയുള്ളൂ. അതിനു മുമ്പേ താൻ ആരായിരുന്നെന്നോ താൻ എന്തായിരുന്നെന്നോ ഒന്നും ഗാരുവിന് ഓർമ്മയില്ല. അങ്ങനെ ഇരിക്കുകയാണ് അത് സംഭവിക്കുന്നത്. ആ ഗ്രാമത്തിലേക്ക് ഒരു ബ്രേക്ക് പോയ ലോറി കയറി വരികയാണ്. അപ്പൊ തന്നെ ഗാരു കുറച്ച് പച്ചമുള വെച്ച് ആ ലോറിയെ പിടിച്ചു നിർത്തും. ഇവൻ ആരുടെ സ്പൈഡർമാനാ. എന്നിട്ട് അവർ ആ ലോറി ഡ്രൈവറെ ഗാരുവിന്റെ അമ്മായിപ്പന്റെ അടുത്തെത്തിക്കും. ആളൊരു ഡോക്ടറാണ്. മൂപ്പർ അയാളെ ചികിത്സിക്കുമ്പോൾ ആ ഡ്രൈവർ സംസാരിക്കുന്നതോ പഞ്ചാബി ഭാഷ. അത് അവിടെ ആർക്കും അറിയില്ല. ബട്ട് ഗൈസ്, ആ ഗ്രാമത്തിൽ ഗാരുവിന് മാത്രം പഞ്ചാബി മനസ്സിലാവുകയും അത് സംസാരിക്കാൻ പറ്റുകയും ചെയ്യും. അതോടെ ഗാരുവിന് വൺ ഡൗട്ട്, എനിക്ക് എങ്ങനെ ഈ പഞ്ചാബി ഒക്കെ അറിയുന്നത്? ഞാൻ ഇനി പണ്ട് വല്ല മല്ലു സിംഗും ആയിരുന്നു എന്നൊക്കെ. ഇതേപോലെ മറ്റൊരു ദിവസം ഗാരുവിന്റെ നാട്ടിലെ പെണ്ണുങ്ങളെയൊക്കെ കുറച്ച് ഗുണ്ടകൾ വന്ന് തട്ടിക്കൊണ്ടുപോകും. അത് കണ്ടതും ഡ്രൈവിംഗ് അറിയാത്ത ഗാരു ഒരു ജീപ്പ് ഓടിച്ച് അവരുടെ മേലെ കൂടെ ചാടിച്ച് അവിടെ വന്ന് അടിയുണ്ടാക്കും. എന്നിട്ട് അവരെ രക്ഷിക്കും. ഇതെന്തോ നട സൈക്കിളോ ഹാൻഡിൽ പിടിച്ച് പൊക്കാൻ. ആ സംഭവത്തോടു കൂടി ഗാരുവിന് ഭയങ്കര ഡൗട്ട് ആവുകയാണ്. എനിക്ക് എങ്ങനെ ഈ ഡ്രൈവിംഗ് പഞ്ചാബിയൊക്കെ അറിയുന്നത്? ശരിക്കും ഞാൻ ആരാണെന്നൊക്കെ. എന്നിട്ട് ആകെ കൺഫ്യൂഷനായ ഗാരു മൂപ്പരുടെ അമ്മായിപ്പിന്റെ അടുത്ത് ചെന്ന് അത് ചോദിക്കുകയാണ്. ഞാൻ ആരേട്ടാ? അപ്പോഴാണ് ആ വലിയ രഹസ്യം അവർ ഗാരുവിനോട് പറയുന്നത്. അവർക്ക് കുറച്ച് കാലങ്ങൾക്ക് മുമ്പ് ഒരു പുഴയോരത്ത് കുറെ വെടിയുണ്ടൊക്കെ കൊണ്ട് ഓർമ്മയൊക്കെ നഷ്ടപ്പെട്ട് കിടന്ന് കിട്ടിയതാണത്രേ ഗാരുവിനെ. അങ്ങനെ അവർ ഗാരുവിനെ എടുത്ത് ചികിത്സിപ്പിക്കും. ആ ചികിത്സക്കിടയിൽ ഗാരു ആ ഡോക്ടറിന്റെ മോളുടെ അടുത്ത് ഗാരുവിന്റെ തനി കുണം കാണിക്കും. അങ്ങനെ ഗതികെട്ട് ആ ഡോക്ടർ സ്വന്തം മോളെ ഗാരുവിനെ കൊണ്ട് അങ്ങ് കെട്ടിക്കും. അങ്ങനെയാണ് ഈ കൊച്ചൊക്കെ ഉണ്ടായത്. ഈ സത്യമൊക്കെ അറിഞ്ഞതോടുകൂടി ഗാരു ശരിക്കും ഞാൻ ആരാണെന്ന് അന്വേഷിക്കാൻ ഇവരോടൊക്കെ യാത്ര പറഞ്ഞ് ഒരു സിറ്റിയിലോട്ട് പോവുകയാണ്. അപ്പൊ നമ്മൾ വിചാരിക്കും സിറ്റിയിലോട്ടൊക്കെ പോയാൽ മൂപ്പര് വൻ അന്വേഷണമാവുമെന്നൊക്കെ. ബട്ട് അല്ല ഗൈസ്, ഗാരു അല്ലേ ആള്. ആ ഗ്രാമത്തിലെ നാടൻ ചിക്സിനൊക്കെ കണ്ടും അടുത്ത ഗാരു സിറ്റിയിലെത്തിയതും ആളാകെ മാറും. എന്നിട്ട് അവിടെയുള്ള ഒരു മോഡേൺ ചിക്കിന്റെ ഒപ്പം ഫുള്ള് ഡാൻസ് കളിയാവും. അതും വളരെ വ്യത്യസ്തമായ നൃത്ത ചുവടുകളാണ് ഗാരു നമുക്ക് വേണ്ടി കാഴ്ചവെക്കുന്നത്. കയറും കപ്പിയും പറക്കും ഗാരു. ഗാരു 180. ഇങ്ങനെയുള്ള തിരക്ക് പിടിച്ച ഡാൻസുകൾക്കിടയിലും കോണി ഇറങ്ങിയും ബിൽഡിങ്ങുകൾ മൂട്ടിലുതിയ പേപ്പർ പ്ലെയിൻ പോലെ പറന്നു കടന്നു താൻ ആരാണെന്ന് കണ്ടുപിടിക്കാൻ ഗാരു കുറച്ചു സമയം മാറ്റിവെച്ചിരുന്നു. ഇതേ സമയം അങ്ങ് ഗാരുവിന്റെ ഗ്രാമത്തിൽ നമ്മുടെ ഗാരുവിനെ അന്വേഷിച്ച് വില്ലന്മാർ അങ്ങോട്ട് എത്തുകയാണ്. പക്ഷെ ഗാരു അവിടെയില്ല, സിറ്റിയിലാണെന്ന് അറിഞ്ഞതും അവർ ഗാരുവിന്റെ ഭാര്യനെ മോളിനെ കിഡ്നാപ്പാക്കി സിറ്റിയിലേക്ക് പോകും. അങ്ങനെ ആ വില്ലന്മാർ ഗാരുവിന്റെ ഭാര്യനെ മോളിനെ കിഡ്നാപ്പാക്കി സിറ്റിയിലൂടെ പോകുമ്പോഴാണ് ഗാരു വളരെ യാദൃശ്ചികമായി ഗാരുവിന്റെ മോളെ അവർ തട്ടിക്കൊണ്ടു പോകുന്നത് കാണുന്നത്. അത് കണ്ടതും ഗാരു ഒരു ട്രെയിനൊക്കെ പാറിക്കടന്ന് പറന്നു വന്ന് അവര് ചേസാക്കി പിടിച്ച് വൻ സംഘർഷമാവും. അതിന്റെ ഇടയിൽ ഗാരുവിന്റെ ഭാര്യ അടികൊണ്ട് റെയിൽവേ ട്രാക്കിൽ അങ്ങ് വീഴും. അപ്പൊ അതാ എന്നും ലേറ്റ് ആയി രപ്തിസാഗർ ഇന്ന് കറക്റ്റ് ടൈമിൽ അതുവഴി വരുന്നത്. ഇത്ര ഉത്തരവാദിത്തമില്ലാത്ത ആൾക്കാരാണ് ഈ
റെയിൽവേ സ്റ്റേഷനില്. അത് കണ്ടതും ഗാരു വില്ലന്മാരെ കടിച്ചിട്ട് ഭാര്യനെ മോളിനെ ട്രെയിനിൽ നിന്ന് രക്ഷിക്കാൻ വേണ്ടി അവിടെ പോയി അവരെടുത്ത് ട്രാക്കിന്റെ നടുവിൽ അങ്ങ് കിടക്കും. അങ്ങനെ അവർ സേഫ് ആയി ട്രെയിനിന്റെ അടിയിൽ കിടക്കുമ്പോഴാണ് ആ ട്രെയിനിൽ ഒരുത്തൻ മൂത്രമൊഴിക്കുന്നത്. ആ പുണ്യമൂത്രം നേരെ വന്ന് വീഴുന്നത് ഗാരുവിന്റെ മുഖത്താണ്. രസമുണ്ട്, നല്ല ചെറിയ ചൂടുണ്ട്. ആ മൂത്രം മുഖത്തായതും അത്ഭുതമെന്ന് പറയാമല്ലോ. ഗാരുവിന് തന്റെ മറന്നുപോയ ഓർമ്മകളൊക്കെ ഒരു റീല് പോലും സ്കിപ്പ് ചെയ്യാതെ തിരികെ കിട്ടുകയാണ്. ബട്ട് ഗൈസ്, ഒരു ചെറിയ പ്രശ്നമുണ്ട്. പഴയ കാര്യങ്ങളൊക്കെ ഓർമ്മ കിട്ടിയപ്പോൾ ഗാരു പുതിയ കാര്യങ്ങളൊക്കെ അങ്ങ് മറന്നുപോയി. അടിപൊളി. അതായത് ഭാര്യനെയും കുട്ടീനെയും ഒക്കെ ഗാരു അങ്ങ് മറന്നു. എന്ത് തലയാടായി മരപ്പൊട്ടന്റെ. എനിക്ക് തോന്നണത് ആ മോഡേൺ ചിക്കുമായി ഡാൻസ് കളിച്ച് നടക്കാൻ വേണ്ടി ഗാരു ഇവരൊക്കെ അങ്ങ് മറന്ന പോലെ അഭിനയിക്കുകയാണെന്നാണ്. സോ ഗൈസ്, അപ്പൊ നമ്മുടെ ഗാരുവിന്റെ ഫ്ലാഷ് ബാക്ക് എന്താണെന്ന് വെച്ചാൽ ഗാരു അതിഭീകരനായ ഒരു പട്ടാളക്കാരനായിരുന്നു. അങ്ങനെ ഇരിക്കാണ് ഒരു വമ്പൻ പാകിസ്ഥാൻ ഭീകരൻ ഇന്ത്യയിലുള്ള അവരുടെ തീവ്രവാദികളെ ഒരു മന്ത്രിക്ക് 100 കോടി കൊടുത്ത് ജയിലിൽ നിറക്കി പാകിസ്ഥാനിലേക്ക് കൊണ്ടുപോകാൻ നിൽക്കുന്നത്. ആ വിവരം അറിഞ്ഞതും ഗാരു നേരെ എയർപോർട്ടിൽ ചെന്ന് പറന്നു പോകാൻ നിൽക്കുന്ന ഫ്ലൈറ്റിന്റെ ടയർ വെടിവെക്കും. എന്നിട്ട് അവന്മാരെയൊക്കെ കൊന്നുകളയും. അതോടുകൂടി തന്റെ തീവ്രവാദികളെ കൊന്ന ദേഷ്യത്തിൽ ആ പാകിസ്ഥാൻ ഭീകരൻ ഗാരുവിനെ കൊന്നുകളയുമെന്ന് പ്രതിജ്ഞയെടുക്കുകയാണ്. ഈ സമയത്താണെങ്കിലോ നമ്മുടെ ഗാരു ഒരു ചെറിയ ലീവ് എടുത്ത് നാട്ടിലേക്ക് പോയിരിക്കുകയാവും. ഗാരുവിന്റെ നാടിനെ പറ്റി പറയുകയാണെങ്കിൽ നല്ല പൊന്നു പോലത്തെ നാട്ടുകാരാണ് അവിടെ. മമ്മി മാത്രമുള്ള നമ്മുടെ ഗാരുവിനെ സ്ലേറ്റും പെൻസിലും ഒക്കെ വാങ്ങിക്കൊടുത്ത് പഠിപ്പിച്ച് പട്ടാളം ഗാരുവാക്കിയതൊക്കെ ഈ നാട്ടുകാരാണ്. ഇനി ഫ്ലാഷ് ബാക്കിൽ ഡാൻസ് കളിക്കാൻ വേണ്ടി പട്ടാളം ഗാരുവിന് നാട്ടിൽ ഒരു ഗേൾഫ്രണ്ടും ഉണ്ട്. ഇവളുടെ ഒപ്പമാണ് പട്ടാളം ഗാരു പാകിസ്ഥാനെ വരെ വർപ്പിച്ച ആ ടഫ് സ്റ്റെപ്സ് കളിക്കുന്നത്. നോക്ക്, ഇത് നോക്ക്, നീ എന്തോന്നാ കടന്ന് കാണിക്കാതെ നോക്ക്. ആ പാവത്തിനെ പാവക്കൂത്തിൽ പാവേനെ കെട്ടിത്തൂക്കിയ പോലെ കയറിൽ കെട്ടിത്തൂക്കിയിട്ടാവും ഇതൊക്കെ ചെയ്യിപ്പിച്ചിട്ടുണ്ടാവുക. സോ ഗൈസ്, ഈ ഡാൻസ് ഒന്നും കണ്ട് സഹിക്കാൻ വയ്യാതെ നാട്ടുകാരൊക്കെ കൂടി പട്ടാളം ഗാരുവിന്റെയും അവളുടെയും കല്യാണം അങ്ങ് ഉറപ്പിക്കും. അങ്ങനെ ആ കല്യാണം നടക്കുന്ന ദിവസമാണ് അത് സംഭവിക്കുന്നത്. ഗാരുവിന്റെ കല്യാണം കൂടാൻ വേണ്ടി അങ്ങരുടെ പട്ടാളം ഫ്രണ്ട്സ് വരുന്ന ട്രെയിൻ പോകുന്ന പാളത്തിൽ ആ തീവ്രവാദികൾ വന്ന് ബോംബ് വെക്കും. ഈ വിവരം അറിഞ്ഞതും ഗാരു ഒരു പൾസർ ബൈക്ക് എടുത്ത് അങ്ങോട്ടേക്ക് ചെല്ലും. എന്നിട്ട് ആ ട്രെയിനിന്റെ മേലേക്ക് ചാടി സബ്വേ സർഫേസ് കളിക്കും. എന്നിട്ട് ടോർക്ക് പടത്തിലെ പോലെ ആ ട്രെയിനിന്റെ മുന്നിലേക്ക് ചാടി ആ ട്രെയിനിലേക്ക് എങ്ങനെയൊക്കെയോ കയറി പറ്റും. ഇതേ സമയം മറ്റടുത്ത് ആ മെയിൻ തീവ്രവാദി ഗാരുവിന്റെ വീട്ടിൽ പോയി അവിടെയുള്ളവരെയും ഗാരുവിന്റെ കല്യാണ പെണ്ണിനെയും അങ്ങ് കൊന്നുകളയും. ഇവിടെ ട്രെയിനിലാണെങ്കിലോ ഗാരുവിന് വെടിയൊക്കെ കൊണ്ടിട്ടുണ്ടാവും. എന്നിട്ട് എങ്ങനെയൊക്കെയോ ഗാരു ആ ട്രെയിനിന്റെ എഞ്ചിന്റെ അവിടുന്ന് ജോയിന്റ് പിടിപ്പിക്കും. ലാസ്റ്റ് ആ ട്രെയിനിലുള്ളവരെയൊക്കെ രക്ഷിച്ച് നമ്മുടെ ഗാരു ആ പുഴയിലേക്ക് അങ്ങ് വീഴുകയാണ്. ഇങ്ങനെയാണ് ഗാരു ആ ഗ്രാമത്തിലേക്ക് എത്തിയതും ഒരു ഭാര്യയും കുട്ടിയൊക്കെ ഉണ്ടായതും. അങ്ങനെ ആ ഫ്ലാഷ് ബാക്ക് ഒക്കെ അറിഞ്ഞതും ഗാരുവിന് അങ്ങ് ചൊറിഞ്ഞു വരും. എന്നിട്ട് ആ തീവ്രവാദിയൊക്കെ തീർക്കാനുള്ള മൈൻഡ് ആവും. ബട്ട് ഗൈസ്, ഇതേ സമയം ആ തീവ്രവാദി നമ്മുടെ ഗാരുവിന്റെ ഭാര്യനെ മോളിനെ കിഡ്നാപ്പ് ആക്കി കൊണ്ടുപോയിട്ടുണ്ടാവും. എന്നിട്ട് ഗാരുവിനോട് പറയും അവരെ വിട്ടുകിട്ടണമെങ്കിൽ നീ ക്ലൈമാക്സ് നടക്കുന്ന സ്ഥലത്തേക്ക് വരണമെന്ന്. അത് കേട്ടതും ഗാരു ഒരു പാരച്യൂട്ട് എടുത്ത് അങ്ങോട്ടേക്ക് പബ്ജിയിലെ പോലെ പോയിക്കൊണ്ടിരിക്കുകയാവും. ഇതേ സമയം ആ തീവ്രവാദികളുടെ മെയിൻ പരിപാടി എന്താണെന്ന് വെച്ചാൽ ഇന്ത്യയിലെ പാവം പിടിച്ച മുസ്ലിം യുവാക്കളെ ആ ക്ലൈമാക്സ് നടക്കുന്ന സ്ഥലത്തേക്ക് കൊണ്ടുപോയി തീവ്രവാദികളാക്കാൻ വേണ്ടി ഇന്ത്യൻ ഫ്ലാഗ് വെച്ച് അവന്മാരോട് അതിലേക്ക് വെടിവെക്കാൻ പറയും. ബട്ട് ഗൈസ്, അവന്മാര് റിയൽ ഇന്ത്യൻസ് ആണ്. അവന്മാർക്ക് അതിനൊന്നും പറ്റില്ല. പിന്നെ ഈ തീവ്രവാദികൾ അടുത്ത പരിപാടി എന്താണെന്ന് വെച്ചാൽ ആ മുസ്ലിം യുവാക്കളെയും ഗാരുവിന്റെ ഭാര്യനെ മോളിലും ഇങ്ങനെ നിരത്തി നിർത്തി ഇന്ത്യൻ ഫ്ലാഗ് എടുത്ത് നിലത്ത് വിളിച്ച് അതിന്റെ മേലെ ചവിട്ടാൻ പോകും. ബട്ട് ഗൈസ്, റിയൽ ഇന്ത്യൻസ് അതിന് സമ്മതിക്കില്ല. ഓരോ പ്രാവശ്യം ചവിട്ടുമ്പോഴേക്കും ഓരോരുത്തന്മാര് ഫ്ലാഗിന്റെ മേലെ കിടന്ന് ആ ചവിട്ട് ഏറ്റുവാങ്ങും. അങ്ങനെ ഒരു 10-15 ചവിട്ട് ആ മുസ്ലിം യുവാക്കൾ തടയും. എന്നിട്ട് തീവ്രവാദി അടുത്ത ചവിട്ടി ചവിട്ടുമ്പോഴേക്കും അതാ ഗാരുവിന്റെ ഭാര്യ വന്ന ചവിട്ടേറ്റ് വാങ്ങും. അത് കഴിഞ്ഞ് അടുത്ത ചവിട്ടി ചവിട്ടുമ്പോഴേക്കും ഇത് തീർന്നില്ലേ? ഗാരുവിന്റെ മോള് ആ കുഞ്ഞു പൈതൽ വന്ന് അവിടെ കിടക്കും. ഇങ്ങനെ ഒരു കുരിപ്പിനെ ഞാൻ കണ്ടില്ലല്ലോ. ഇതിനെ നീ ഇപ്പൊ ഉണ്ടാക്കിയതാണോ? നീ അതോടെ ദേഷ്യം വന്ന തീവ്രവാദി ആ കുരിപ്പിനെ എടുത്ത് അവിടുന്ന് വലിച്ചെറിയും. ഈ സമയത്താണ് പാരച്യൂട്ടിൽ ക്ലൈമാക്സ് നടക്കുന്ന സ്ഥലത്ത് ലാൻഡായ ഗാരു അങ്ങോട്ടേക്ക് ഓടി വന്ന് ഡോറ് ചവിട്ടി തുറന്ന് ആ കുഞ്ഞു പൈതൽ വീഴുമ്പോഴേക്കും വന്ന് ക്യാച്ച് ചെയ്യുന്നത്. എന്നിട്ട് ആ പതാകയിൽ ചവിട്ടാൻ നിൽക്കുന്ന തീവ്രവാദിയുടെ കാല് വെട്ടിക്കളയും ഗാരു. ഇന്ത്യയിലെ ടിക്ടോക്കോളുകൾ പോലും ഇമാതിരി ഒരു രാജ്യസ്നേഹം ഷൂട്ട് ചെയ്തിട്ടുണ്ടാവില്ല. അവസാനം അവിടെയുള്ള തീവ്രവാദികളൊക്കെ കൊല്ലാൻ വേണ്ടി ഗാരുവിന്റെ വമ്പൻ സംഘടന നടക്കുകയാണ്. ഗാരു കടലാവും, തീയാവും, കണ്ണിന്ന് തീ വിടും.
കാണുന്നില്ലേ ഓ. എന്നിട്ട് അവിടെയുള്ള 2 തീവ്രവാദികളെ എടുത്ത് മണ്ണിൽ കുഴിച്ചിടും. ഇവൻ എന്താ പിന്നൊരുത്തനെ കയ്യിൽ ഇടിമിന്നൽ കയറ്റി ഷോക്ക് അടുപ്പിച്ച് കൊല്ലും. പിന്നീട് ഗാരുവിന്റെ അതിഭയങ്കരമായ അപരാധ പിറവികൾക്ക് സാക്ഷ്യം വഹിക്കുകയാണ് നമ്മൾ. ഗാരു നരസിംഹമായി മാറും. അത് കഴിഞ്ഞ് ഭഗത് സിംഗായി മാറി കുറെ ആൾക്കാരെ കൊല്ലും. പിന്നെ സുഭാഷ് ചന്ദ്രബോസായി വരും. അതിന്റെ ഇടയിൽ ഏതോ ബാലി ടീമിന്റെ അടുത്ത് പോയി ഒരു രാജാവിന്റെ വേഷം കെട്ടി വന്ന് കുറച്ച് ആൾക്കാരെ അങ്ങ് കൊല്ലും. അതൊക്കെ കഴിഞ്ഞ അവസാനം ഒരു വെറൈറ്റി ഐറ്റം, താടി വെച്ച് ശ്രീരാമൻ. Bro, what are you talking about, man? യെസ് ഗൈസ്, രാമന്റെ വേഷം കെട്ടി വരും ഗാരു. രാമനൊക്കെ എന്നാടാ ഫ്രീഡം ഫൈറ്റർ ആയത്? അതിനോട് പ്രസക്തിയില്ല. അങ്ങനെ രാമന്റെ വേഷം കെട്ടിയ ഗാരു ഒരുത്തിന് അമ്പ ഇത് ഭൂമിക്കടിയിലാക്കി കൊടുക്കും. എന്തുവാ വാസുണ്ണ ഇതൊക്കെ? അങ്ങനെ ഈ ഫാൻസി ഡ്രസ് അപരാധം ഒന്നും സഹിക്കാൻ വയ്യാതെ ആ മെയിൻ തീവ്രവാദി അവിടുന്ന് ഇറങ്ങി ഒരു കുതിരപ്പുറത്ത് കയറി ഓടിപ്പോവും. പക്ഷെ നമ്മുടെ ഗാരു ഉണ്ടോ വിട്ടുകൊടുക്കുന്നു. ഗാരു ഒരു ഫ്ലൈറ്റ് എടുത്ത് വന്ന് അവന് തൂക്കിയെടുത്ത് കൊണ്ടുപോകും. എന്നിട്ട് ആ തീവ്രവാദിയെ ആകാശത്ത് നിന്ന് താഴേക്കിട്ട് അവന്റെ പള്ളക്കിട്ട് ഒരു ഇന്ത്യൻ കൊടിയും അങ്ങ് കുത്തി വെച്ച് കൊടുക്കും. എന്തൊക്കെ കാര്യങ്ങളാണ് അവസാനം ഗാരു തന്റെ ഭാര്യനെയും കുട്ടീനെയും ആ മുസ്ലിം യുവാക്കളെയും കൂട്ടി ഇന്ത്യയിലേക്ക് വന്ന് ലാൻഡ് ആവും. പടം കഴിഞ്ഞ് കശ്മീർ സേ കന്യാകുമാരി തക്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നമ്മുടെ ചാനലിലെ ബാക്കി വീഡിയോസായ മോൺസ്റ്റർ, കൂട്ടുകാർ, CBI5, ബിഗ് ബ്രദർ, സിദ്ധാർത്ഥ, അഞ്ചിരോരാൾ, അർജുനൻ, ബലറാം, വസിതാരദസ്, ലൈല, ഡ്രാക്കുള, മൈ സ്റ്റോറി, റെയിൻട്രി കമ്പകൻ, ശോഭരാജ്, മാമകം, കലണ്ടർ, ലോക്പാൽ, നമ്മൾ തമ്മിൽ, വന്ദേ മാതരം, കാമ്പോജി, സലാം കാശ്മീർ, നക്ഷത്ര കണ്ണൂർ രാജകുമാർ, നവനുണ്ട് രാജകുമാരി, കയ്യെത്തും ദൂരത്ത്, വൈറ്റ്, CIA, മിക്കായിൽ, വാറൻ ലവ്, കൃത്യം, നിറം തുടങ്ങിയ വീഡിയോസും നിങ്ങളൊന്ന് കാണണം പ്ലീസ്.